ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വീട്ടിലുണ്ടാക്കിയ ദോശ കഴിച്ച 2 കുട്ടികൾ മരിച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു. 3 മാസം പ്രായമുള്ള റാഹ, 4 വയസ്സുള്ള മിസ്രി എന്നിവരാണ് മരിച്ചത്. വീടിന് സമീപത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയ റെഡിമെയ്ഡ് മാവ് കൊണ്ടുണ്ടാക്കിയ ദോശ കഴിച്ചാണ് കുട്ടികൾ മരണപ്പെട്ടെന്നാണ് പുറത്ത് വന്ന വിവരം. മരണത്തിന് പിന്നിലെ ഉത്തരങ്ങൾ കണ്ടെത്താൻ നുണപരിശോധന നടത്താനൊരുങ്ങുകയാണ് പോലീസ്. കുട്ടികളുടെ മാതാപിതാക്കളായ വിമൽ പ്രജാപതിയും ഭാവന പ്രജാപതിയും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ മാതാപിതാക്കളും മുത്തശ്ശിമാരും നൽകുന്ന ഉത്തരങ്ങൾ സംശയം ജനിപ്പിക്കുന്നതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. കഴിഞ്ഞ ദിവസം പെൺകുട്ടികളുടെ പിതാവിനെ പോലീസ് 9 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിനിടെ ദോശമാവ് കേടായതാണെന്ന വാദമാണ് പിതാവ് ആവർത്തിക്കുന്നത്. അതേസമയം ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയ ശേഷം കോടതിയുടെ അനുമതിയോടെ നുണപരിശോധന നടത്താനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. മാതാപിതാക്കളുടെ രക്തസാമ്പിളുകളിൽ അലൂമിനിയം ഫോസ്ഫേറ്റിന്റെയും സിങ്കിന്റെയും അളവ് അമിതമായി കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഈ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചതെന്നും പെൺമക്കളുടെ മരണത്തിന് ഇത് കാരണമായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. വീട്ടിൽ നിന്നും അലൂമിനിയം ഫോസ്ഫൈഡ് അടങ്ങിയ സെൽഫോസ് എന്ന കീടനാശിനികളുടെ പാക്കറ്റുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുട്ടികളുടെ അമ്മ ഭാവനയും പോലീസ് ചോദ്യം ചെയ്യും. നിലവിൽ സംഭവം അപകടമാണോ അതോ കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. എന്നാൽ പെൺകുട്ടിയുടെ അമ്മ ഭാവന ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം മാത്രമേ ഈ മുഴുവൻ കാര്യത്തെയും കുറിച്ചുള്ള സത്യം പുറത്തുവരൂ. തുടർന്ന് അവരുടെ ചോദ്യം ചെയ്യലിന്റെയും FSL റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ മരണത്തിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. കുട്ടികളുടെ പിതാവായ വിമൽ പ്രജാപതി തൊട്ടടുത്ത കടയിൽ നിന്നാണ് ദോശമാവ് കൊണ്ടുവന്നത്. അതിൽ നിന്ന് ദോശ ഉണ്ടാക്കി കഴിച്ചതോടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഛർദിയും തളർച്ചയും അനുഭവപ്പെടുകയായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് കുട്ടികൾ മരിക്കുന്നത്. ഗുരുതരാവസ്ഥയിലായ മാതാപിതാക്കൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മരിച്ച കുട്ടികളുടെ അമ്മ ഭാവനയുടെ വീട് പരിശോധിച്ചപ്പോൾ ഡയറി കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊരു ആൺകുട്ടി ജനിക്കാനുള്ള പ്രാർത്ഥനകളെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അവർ ശിവക്ഷേത്രത്തിൽ ഒരു നേർച്ചയും നടത്തിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ മകളുടെ ജനനത്തിന് മുമ്പുള്ളതാണ് ഈ ഡയറി എന്ന് കരുതുന്നു. കൂടാതെ കുടുംബ തർക്കങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതേസമയം നിരവധി ഉപഭോക്താക്കൾ ദിവസവും മാവ് വാങ്ങാറുണ്ടെന്ന് ഡയറി ഷോപ്പിന്റെ ഉടമ കനശ്യാം ഷാ പറഞ്ഞു. എന്നിരുന്നാലും ഇതുവരെ ആരും പരാതിപ്പെട്ടിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്.